ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു മീൻ കറിയാണ്. അത് നമുക്ക് എണ്ണ ഒഴിക്കാം. കടുകിടുക. പിന്നെ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇടുക. ഇടുക 2 ടീസ്പൂൺ. ഒരു നുള്ളു ഉലുവ. ഇനി കടുകിടുക. കടുകിട്ടിട്ടുണ്ട്. കടുക് ഇട്ടതിന് ശേഷം കറിവേപ്പില ഇടുക. ഇനി നമുക്ക് സവാള ഇടുക. എന്നിട്ട് ഇളക്കുക. ഉള്ളി വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടുക. എന്നിട്ട് ഇളക്കുക. ഇനി നമുക്ക് തക്കാളി വഴണ്ടി വരുമ്പോൾ 2 പച്ചമുളക് ഇടുക. എന്നിട്ട് ഇളക്കുക. ഇനി നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ ഇടുക. ഓഫാക്കട്ടെ. നമുക്കിത് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വഴറ്റി വരണം. നോക്കാക്കിക്ക. ഇനി നമുക്ക് കുറച്ച് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കുക. നമുക്ക് 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി ഇടാം. നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമണം ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. കുറച്ചായി പുളിവെള്ളം ഒഴിക്കുക. നമ്മൾ ഇളക്കുക. നന്നായി ഇളക്കും. കുറച്ചും കൂടി പുളിവെള്ളം വരാം. അപ്പോൾ അതൊക്കെ ഓഫാക്കും. ഇത് തളച്ചിട്ട് ഓരോ കഷ്ണങ്ങളായി മീനിടണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ലാസ്റ്റ് അട്ടിടല് 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പിടുക. നമുക്കിത് തളച്ചിട്ട് ഓരോ കഷ്ണങ്ങൾ ഇടാം. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇടാം. നമുക്ക് ഓരോ കഷ്ണങ്ങളായി മീൻ ഇടാം. ഓരോ മീനുകളിടാം.
മഞ്ഞുള്ള മത്തി പറയാൻ പറ്റും. ആയിട്ടില്ല, ഓഫാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മത്തിൻ്റെ മേൽ കൂടെ നീരൊഴിക്കാം. നമുക്ക് നമുക്ക് 3 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി, അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ.